മുടി കഴിച്ചിട്ടപ്പോൾ ഞാൻ സുന്ദരിക്കോ അതെ ഇനി നാട്ടിലേക്ക് ഇറങ്ങി നടക്കാം. നീ എന്തുവാടി മുടിയൊക്കെ വെച്ചിട്ട് പോലെ കെട്ട്, മര്യാദയ്ക്ക് പോയി മുടി നല്ലപോലെ പിന്നി വാരി വെച്ച് കെട്ട്. വല്ല ആൾക്കാരൊക്കെ കണ്ട എന്തോ പറയും. അമ്മയ്ക്ക് എന്താ വേണം അമ്മേ? ഞാൻ കേട്ട എനിക്ക് കുന്തം. നിന്റെ മോന്ത ഇങ്ങനെ ഭക്ഷണമായിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, എടി നിന്റെ മോന്ത എന്തുവാ കൊച്ചിൻ്റെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ മോന്ത അതുപോലെയാണ്, എൻ്റെ മോന്ത കൂട്ടാണ്, നീ എങ്കിലും ഇച്ചി വൃത്തിയായിട്ട് നടക്കും. അമ്മ ഇപ്പോഴത്തെ ഫാഷൻ ഇതാ. അമ്മ ഇപ്പോഴത്തെ ഫാഷൻ ഇതാ അമ്മേ. അമ്മ കെട്ടൊക്കെ കെട്ടി നടക്കുന്നതൊക്കെ പണ്ടത്തെ ഫാഷൻ, ഇപ്പം അതൊന്നും അല്ല. അപ്പം അതൊന്നും അല്ലേ പിന്നെ എന്തോ കാട്ടി. ഇത് എന്തുവാടി ഇതെന്തുവാ ഇത്? ഒരു ക്ലിപ്പും കുത്തി ചുമ്മാ അയച്ചു വിട്ട്. ഇത് ഉടക്ക് പെരുത്തല്ലേ, ഉടക്ക് പെരുത്ത് കയറി. ഞാൻ അവിടൊക്കെ നടന്ന് കളിക്കാൻ പോകും. ആൾക്കാർ എന്ത് പറയുന്നു എനിക്കൊന്നും അറിയണം. പോവാ വാ ഇപ്പം അങ്ങ് തെള്ളിയെടുത്തോണ്ട്. ഇവരെന്തേലും ഉറപ്പായിട്ടും പറയും, മോളങ്ങ് സുന്ദരിയായല്ലേ മുടിയൊക്കെ അയച്ചിട്ട്. നിന്റെ അമ്മ എന്ത് പഠിക്കുന്നു? ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, മോന്റെയൊന്നും കൊള്ളത്തില്ല. മോള് നല്ല പൊട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടാട്ടോ. എൻ്റെ പിന്നെ മുടിയിൽ ഉടക്ക് വരുത്തിയിരിക്കുന്നതുകൊണ്ട് അമ്മക്കിട്ടങ്ങ് കെട്ടാലേ ഞങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രായത്തിൽ ഇങ്ങനെ അഴിച്ചിടുക, കോനാപ്പിച്ച ലിപ്സ്റ്റിക്ക് അതും ഇതൊക്കെ എങ്കിലും മോളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സത്യം നിൻ്റെ അമ്മ എടുത്ത് വല്ല ബ്യൂട്ടി പാർലറിലെങ്കിലുമൊക്കെ പോകാൻ പറയണം. കണ്ടാൽ എന്തുവാ കുരങ്ങാന്ന് കല്യാന്ന് പറയാം, അത്രേ അതേ വിളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തോ അമ്മാമേ, എന്നെ അത്ര കൊള്ളത്തൊന്നുമില്ല അമ്മാമേ, അങ്ങനെയൊന്നും പറയാതെ അമ്മാമേ. മോളെ നല്ല രസമുണ്ട് കേട്ടോ. നേരത്തെ ഇത് ചുണ്ടിലെ കോനാമ്പീച്ച പോലെ എടുക്കുന്നു, ഇപ്പോൾ നല്ല രസമുണ്ട് മോളെ. കാരണം ഞാൻ സത്യമായിട്ട് പറഞ്ഞേ, അമ്മയെടുത്ത് വല്ലയിടത്തും പോകാൻ പറയണില്ലേ, മോടെ ഫോണിൽ വല്ലതും അടിച്ചു കൊടുത്തിട്ടെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം. ഞാൻ സത്യം പറഞ്ഞേ, അങ്ങനെ പറയില്ലെന്നൊന്നും പറയണ്ട. എന്തൊക്കെയായിരുന്നു ഞാൻ സത്യമാണ് മോളെ പറഞ്ഞത്. മോളെ ഇപ്പോൾ അമ്മച്ചി എവിടെയെങ്കിലും ഒക്കെ പാർലറിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണം കേട്ടോ. അമ്മച്ചിയെ കാണാൻ ഒരു കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല. എന്നാൽ അമ്മച്ചി ഞാൻ പോയി മുടി വാരി വെച്ച് കെട്ടാട്ടെ. അവിടെ അമ്മയെ പറഞ്ഞപ്പോൾ അവക്കങ്ങ് മുണ്ടവക്ക് ഞാനേ കയറിപ്പോയി മുടി വാരി വെച്ച് കെട്ടട്ടെ. രാജേശ്വരി ഒന്ന് പറഞ്ഞു വിടാം. അപ്പം രാജേഷ് എന്തേലും അവരുടെ അടുത്ത് നല്ല ഉണക്ക് പറയണം. അവൻ നല്ല കുശുമ്പൂത്തി പറയുമ്പോൾ അവൻ സോക്കേട്ടങ്ങ് തീരുവന്ന് കാണവല്ല വേണ്ട. ഇതിലും നല്ലത് അമ്മ പറഞ്ഞോട്ട് മുടി വാരി വെച്ച് കെട്ടുന്നതായിരുന്നു. ഇനി എൻ്റെ മോന്റെയൊക്കെ കുളമാവും തള്ള പറഞ്ഞ് നശിപ്പിച്ച്. മോളെ എന്തുവാ? അയ്യോ മോളെ കാണാനൊന്നും കൊള്ളത്തില്ലല്ലോ, എന്തുവാ ഇത്? മോളെ അമ്മ നല്ല താനേതാ? നീ ഏതാടാ? ഞാൻ